മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധത ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലയാള സിനിമയുടെ പഠിപ്പിസ്റ്റ് വിരുദ്ധത. ഞാനൊന്ന് പറഞ്ഞോട്ടെ. മലയാള സിനിമയിൽ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിസ്റ്റ് വിരുദ്ധമായ പരാമർശങ്ങളും കഥാപാത്രങ്ങളും. പക്ഷെ അത് ആരും പ്രതികരിക്കാത്തത് കൊണ്ട് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മലയാള സിനിമയിലെ ഒരു പഠിപ്പിസ്റ്റ് വിരുദ്ധ സീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിലെ നിവിൻ പോളി ഭഗത് മാനുവലിനോട് പറയുന്നൊരു ഡയലോഗാണ്. അപ്പോൾ ഇതിൽ ഭഗത് മാനുവലിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സൈലേഷ് എന്നാണ്. ഈ സൈലേഷിനെ ഒരു മതിലിൽ ചേർത്ത് നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഈ ഡയലോഗ് പറയുന്നത്. അപ്പോൾ ആ ഡയലോഗ് പറയാനും മാത്രം ഭഗത് മാനുവലിൻ്റെ ക്യാരക്ടർ, ഈ സൈലേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് ഈ നായകനോട് പറഞ്ഞത്? അയാൾ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, നിനക്ക് നിൻ്റെ അച്ഛനെ കടയിൽ പോയി സഹായിച്ചൂടെ? ബേസിക്കലി ഏതൊരു സുഹൃത്തും അല്ലെങ്കിൽ ആ നാട്ടിൽ ഇവൻ്റെ ഒരു ജീവിത രീതി കാണുന്ന ആരും പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് ആൾ പറഞ്ഞത്. രണ്ടാമതായിട്ട് ആൾ പറയുന്നത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നാണ്. കാരണം ഇവനെ പഠിപ്പിക്കാൻ എടുത്ത ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വീട്ടുകാർ വീടും പറമ്പും വിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവനൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ലോണ് തിരിച്ചടയ്ക്കാം. അപ്പോൾ അവനൊരു ജോലിക്ക് പോകണമെങ്കിൽ അവന് കുറേ സപ്ലികളുണ്ട്. ഈ സപ്ലി ക്ലിയർ ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാമെന്നാണ് സൈലേഷ് പറയുന്നത്. അതിന് മറുപടി ആയിട്ട് ഈ നിവിൻ പോളിയുടെ നായക കഥാപാത്രം പറയുന്ന മൊത്തം ഈ പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി ആൾക്കാരെ കളിയാക്കുന്ന, അധിക്ഷേപിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വരുന്ന ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും. സോ അവർക്ക് കൈയടിക്കാനായിട്ട് ഒരു സീൻ ഉണ്ടാക്കാം എന്ന ചിന്തയുടെ പുറത്താണ് അത്തരം ഒരു സീൻ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ലോജിക്കും ഇല്ലാത്തൊരു ഡയലോഗ് അവിടെ വരില്ല. അതിൽ പറയുന്നത് നീയൊക്കെ പുച്ഛത്തോടു കൂടി അല്ലാതെ ഞങ്ങളെ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്നാണ്. ഏത് യൂണിവേഴ്സിലാണ് പഠിപ്പിസ്റ്റ് ഉഴപ്പന്മാരെ പുച്ഛത്തോട് നോക്കുന്നത്? നിങ്ങളൊക്കെ ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ളതല്ലേ? ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു ക്ലാസ്സിലെ ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിസ്റ്റുകളാണ്. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും കോളേജ് ആണെങ്കിലും ഇത് തന്നെയാണ്. പഠിക്കുന്നവനോടുള്ള ഒരു പുച്ഛം അത് ആ ക്ലാസ്സിലെ മിഡിൽ ബെഞ്ചേഴ്സും ബാക്ക് ബെഞ്ചേഴ്സും എല്ലാവർക്കും ഉണ്ടാവും. പുച്ഛത്തോടു കൂടിയും അവജ്ഞയോടുകൂടിയും പിന്നെ ഇതുപോലുള്ള ഒരു ദേഷ്യത്തോടു കൂടിയും തന്നെയാണ് പഠിപ്പിസ്റ്റുകളെ എല്ലാവരും നോക്കുന്നത്. അതിനെയാണ് വളരെ നൈസായിട്ടോട് വെളുപ്പിക്കുന്നത്. നീയൊക്കെ പുച്ഛത്തോടെയല്ലേ ഞങ്ങളെ നോക്കുന്നതെന്ന്. പിന്നെ അവിടെ പറയുന്നതെല്ലാം നിന്നെ കണ്ടു പഠിക്കുന്ന കുറേ പേര് എന്നോട് പറയുന്നു. ചെറുപ്പം തൊട്ട് ഞാനിത് കേൾക്കുന്നതാണ്. ഈ പഠിപ്പിസ്റ്റാണോ നിങ്ങളോട് പറഞ്ഞത് എന്നെ കണ്ടുപഠിക്കുന്നത്? നിങ്ങളുടെ പാരൻസാണ് നിങ്ങളോട് പറയുന്നത് പഠിപ്പിസ്റ്റിനെ കണ്ടുപഠിക്കുന്നത്. സോ നിങ്ങൾ ഇതുപോലെ ചോരി ചേർക്കേണ്ടതും ചീത്ത വിളിക്കേണ്ടതും നിങ്ങളുടെ പാരൻസിനെയാണ്. സോ ഇത് പല പാരൻസും കാണിക്കുന്ന പരിപാടിയാണ്, അതേപോലെ ടീച്ചേഴ്സും കാണിക്കുന്ന പരിപാടിയാണ്. നിനക്ക് ഇവനെ കണ്ടു പഠിച്ചുകൂടെന്ന് ചോദിക്കും. അപ്പോൾ അനാവശ്യമായ ഒരു ഹെയ്റ്റ് ഈ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാൻ അല്പം പിന്നിലായ ഒരാൾക്ക് ഈ പഠിക്കുന്ന ആളോട് ഉണ്ടാക്കുന്നത് ഇവരുടെ സ്വന്തം പാരൻസും അല്ലെങ്കിൽ പലപ്പോഴും അധ്യാപകരും തന്നെയാണ്. പക്ഷേ ഈ ഹെയ്റ്റ് കിട്ടുന്നത് ഈ പഠിപ്പിസ്റ്റിന് മാത്രമാണ്. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്ക് ബെഞ്ചേഴ്സിന് കൈയടിക്കാൻ വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി ഇവിടെ നടക്കുന്ന കാര്യത്തിന് വളച്ചൊടിച്ചിട്ടാണ് ആ ഡയലോഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാവശ്യവുമില്ലാതെ ഓൾറെഡി ക്ലാസ്സുകളിൽ വെറുക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ നെഞ്ചത്ത് കയറുന്ന ഒരു സീനാണ് ഈ വടക്കൻ സെൽഫിയിലുള്ളത്. ഇനി അടുത്ത ഇതേപോലെയുള്ള ഒരു പഠിപ്പിസ്റ്റ് വിരുദ്ധത കാണാൻ പറ്റുക ഇതേപോലെ ഒരു എന്ന് പറയുന്നത് തുടങ്ങുന്ന മറ്റൊരു സിനിമയിലാണ് ഒരു യമണ്ടൻ പ്രേമകഥ. ഇതിലെ നായകനായ ലല്ലു എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. പെൺകുട്ടികൾക്ക് അവനെ കണ്ട അപ്പം തന്നെ പ്രേമിക്കാൻ തോന്നും, ആണുങ്ങൾക്ക് അവനെ കണ്ട ഉടനെ കൂട്ടുകാരനാക്കാൻ തോന്നും, മാതാപിതാക്കൾക്ക് അവനെ കണ്ടാൽ ഇതുപോലൊരു മകനെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ. ആ വീട്ടിൽ തന്നെയുള്ള രണ്ടാമത്തെ പുത്രനാണ് ലല്ലുവിൻ്റെ അനിയനായിട്ടുള്ള പാപ്പി. പാപ്പി ഒരു പഠിപ്പിസ്റ്റ്. അവൻ പഠിച്ച് ഒരു ജോലി വാങ്ങി മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്നു. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്നത് ഈ പാപ്പിക്ക് വർക്ക് ലോഡാണ്. അവൻ ജങ്ക് ഫുഡ് കഴിക്കുന്നു, അവസാനം അവന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെ ചേട്ടൻ കൊടുത്ത വിസിലുള്ളത് കൊണ്ട് അവൻ രക്ഷപ്പെടുന്നു. ഇതിന് സൊല്യൂഷനായിട്ട് ലല്ലു ചെയ്യുന്നത് ഇവനെയും കൊണ്ടൊരു കല്യാണത്തിന് പോകുന്നു. എന്നിട്ട് അവന് കാണിച്ചു കൊടുക്കുന്നു നാട്ടുമ്പുറത്തെ കല്യാണം ഇതാണ്. എന്നിട്ട് അവനോട് വിളമ്പാൻ പറയുന്നു. പിന്നെ അവന് ജങ്ക് ഫുഡിന് പകരം നാട്ടുമ്പുറത്തെ തട്ടുകടയിലെ ഫുഡ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് കഴിക്കുന്നതെന്ന് പറയുന്നു. സോ അവസാനം തിരിച്ചറിവുണ്ടാവുന്ന അനിയൻ പറയുന്നത് ഞാൻ ചേട്ടൻ്റെ കൂടെ പെയിൻറ്റ് പണിക്ക് വന്നാൽ മതിയായിരുന്നു എന്നാണ്. സോ ഇതിൽ കാണിക്കുന്നത് ഒരു പഠിച്ച് ജോലി വാങ്ങുന്നവൻ്റെ ലൈഫ് ഒട്ടും ഹാപ്പി അല്ല. അവൻ ജീവിക്കുന്നത് ഇതേപോലുള്ളൊരു അവസ്ഥയിലൂടെയാണെന്നാണ് ഈ സിനിമയിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സോ ഈ സിനിമയിൽ ഇവർ പറഞ്ഞു വരുന്നത് പഠിക്കാൻ വിട്ടപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് സപ്ലി ഒന്നും ഇല്ലാതെ കറക്റ്റ് ഡിഗ്രി തീർക്കേണ്ട സമയത്ത് തീർത്ത് ഒരു MNC കമ്പനിയിൽ റിട്ടേൺ ടെസ്റ്റും ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവും എല്ലാം പാസ്സായിട്ട് ജോലി വാങ്ങി കറക്റ്റായിട്ട് പ്രൊമോഷനൊക്കെ കിട്ടി നല്ലൊരു സാലറി വാങ്ങുന്ന, അതായത്
ഒരുപക്ഷെ പാരൻസ് ഒക്കെ റിട്ടയർഡ് ആവുന്ന സമയത്ത് വാങ്ങിയ സാലറിയുടെ ഇരട്ടിയോളം സാലറി വാങ്ങുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. സോ അവരുടെ ജീവിതമൊക്കെ ഇതേപോലെ മോശമാണ്, അവിടെ ഒരു സമാധാനമില്ല, അതല്ല ജീവിതം. ഈ പെയിൻറ് പണിക്ക് പോകുന്ന ആളുടെ ലൈഫാണ് ശരിക്കുള്ള ലൈഫ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കേരളത്തിൽ ഒരുപാട് തവണ വിദേശ കമ്പനികൾ വന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞ് വരുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്കിൽ സെറ്റുള്ള ആൾക്കാർ കുറവാണ് എന്ന് പറയുന്നൊരു കാര്യം. അതായത് ക്വാളിഫിക്കേഷനുള്ള കുറേ പേരുണ്ട്, പക്ഷേ ഒരു MNC കമ്പനിയിൽ ജോലി കിട്ടാനുള്ള സ്കിൽ സെറ്റുള്ള ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ ഒരു 10,000 പേര് വന്നാലും ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്നത് 100 പേരായിരിക്കും. സോ അങ്ങനെ ഇത്രയും പേർക്കിടയിൽ നിന്നും ഒരു MNC കമ്പനി സെലക്ട് ചെയ്യാനും മാത്രം ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുടെ ലൈഫ് ഒട്ടും ഹാപ്പി അല്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് ആത്മനിർവൃത്തി അടയുകയാണ് ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുന്നത് എന്ത് സുഖമാണ് ഇവർക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്നാണ്. സോ അങ്ങനെ ഒരു ജോലിക്ക് പോയി കിട്ടുന്ന കാശിന് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറുന്ന ആൾക്കാരെ കളിയാക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഇത് പ്യുവർ ഇഗ്നോറൻസ് ആണ്, അതായത് ഇതേപോലെ നല്ല ജോലി ചെയ്ത് നല്ല സാലറി വാങ്ങി ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരെ ഇവർ കണ്ടിട്ടില്ല. ഇവർ കണ്ടിട്ടുള്ളത് വർക്ക് സ്ട്രെസ് കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിപ്പിസ്റ്റുകളോടുള്ള ഒരു ദേഷ്യം, ഒരു വിരോധം. അതായത് അവർ പഠിച്ച് ജോലി വാങ്ങി നല്ല രീതിയിൽ എത്തിയാലും അവർ ഹാപ്പി അല്ല, അവരുടെ ലൈഫ് മോശമാണ് എന്നൊക്കെ കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അടുത്ത സിനിമയാണ് വാഴ. വാഴ എന്ന സിനിമ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ ഒക്കെ കഥ പറയുന്ന ഒരു സിനിമയാണ്. സോ ആ സിനിമയിൽ അവരുടെ പ്രശ്നങ്ങളും ജീവിതമൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ഇതോടൊപ്പം തന്നെ ഒരു പഠിപ്പിസ്റ്റിൻ്റെ ലൈഫ് കാണിക്കുന്നുണ്ട്, ഒരു വിശ്വം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ സിനിമയിൽ ഒരു മര്യാദ അവർ കാണിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് അവൻ്റെ കഥയിൽ, അതായത് ഈ വിശ്വത്തിൻ്റെ കഥയിൽ ഞങ്ങളായിരിക്കും വില്ലന്മാർ. അങ്ങനെ പറയാനുള്ള ഒരു മര്യാദയെങ്കിലും ഇതിലൊരു ക്യാരക്ടറിനെ കൊണ്ട് അവർ പറയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിശ്വത്തിൻ്റെ ലൈഫ് ഇവർ കാണിച്ചിരിക്കുന്നത് വീണ്ടും ഇതേപോലെ തന്നെ അവരൊരിക്കലും നല്ലൊരു ലൈഫല്ല ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ആദ്യം കാണിക്കുന്ന വിശ്വത്തിൻ്റെ അച്ഛൻ, ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രം, അയാൾക്ക് മകൻ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. അവൻ പഠിക്കട്ടെ, അവൻ ഹോസ്റ്റലിൽ നിൽക്കട്ടെ, പ്രൊജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്ന് പറയുന്ന, വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അവിടെ നിർത്താത്ത ഒരു അച്ഛനെയാണ് അതിൽ കാണിക്കുന്നത്. സോ ഒരു പഠിപ്പിസ്റ്റിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സന്തോഷമില്ലാത്ത ലൈഫാണ്. കാരണം അവൻ്റെ അച്ഛന് അവനോട് സ്നേഹമില്ല, വീട്ടിൽ വന്ന് നിൽക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു അച്ഛൻ. അപ്പോൾ അവിടെ ഒരല്പം പഠിപ്പിസ്റ്റിനോടുള്ള വിരോധം തീർത്തു, എന്നിട്ടും മതിയാവുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വിശ്വത്തിന് കാണിക്കുന്നത് അവൻ്റെ മാരീഡ് ലൈഫും കുളമായി എന്ന രീതിയിലാണ്. അതായത് അവൻ കല്യാണം കഴിച്ച് കുട്ടിയായി, ഇനി അവർ പിരിയാൻ പോകുന്നു പ്രൊഫഷണൽ കാരണങ്ങൾ കൊണ്ട്. സോ ഒരു പഠിപ്പിസ്റ്റ് നല്ല രീതിക്ക് ജോലി നേടി വിവാഹം കഴിച്ച് കുട്ടിയൊക്കെ ആയി ജീവിച്ചാലും അവൻ്റെ ലൈഫ് അപ്പോഴും ശരിയാവില്ല എന്നാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. സോ ഒരു ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ ലൈഫും അവരുടെ പ്രശ്നങ്ങളും പറയുന്ന ഒരു സിനിമയിൽ ഒരു പഠിപ്പിസ്റ്റിൻ്റെ ലൈഫ് മോശമാണ്, അവൻ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എവിടെയും വിജയിക്കുന്നില്ല, അവൻ്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കത്തിച്ച മെഴുകുതിരിയുടെ വെളിച്ചം കൂടുതലാണെന്ന് കാണിക്കാൻ മറ്റൊരാൾ കത്തിച്ച് മെഴുകുതിരി ഊതിക്കെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. ഒരുപക്ഷെ ഈ സിനിമ കാണാൻ കൂടുതലും വരുന്ന ബാക്ക് ബെഞ്ചേഴ്സും മിഡിൽ ബെഞ്ചേഴ്സും ആയിരിക്കും. അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന, കൈയടിക്കാൻ തോന്നുന്നത് ഒരു പഠിപ്പിസ്റ്റിൻ്റെ ജീവിതം കുളമായി എന്ന് കാണിക്കുമ്പോഴായിരിക്കും. സോ ആ ഒരു ഗിൽറ്റി പ്രശ്നത്തിന് വേണ്ടിയായിരിക്കാം അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. സോ എന്തിനാണ് പഠിപ്പിസ്റ്റിനോട് ഇത്രയ്ക്കും വിരോധം? ഒരുപക്ഷെ ഈ സിനിമ ചെയ്യുന്നവർ ഒരു ബാക്ക് ബെഞ്ചറോ മിഡിൽ ബെഞ്ചറോ ആയിരുന്നിരിക്കാം. അവർക്ക് ആ സമയത്ത് പഠിപ്പിസ്റ്റിനോടുള്ള വിരോധമായിരിക്കാം അവർ എഴുതി വന്നപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. നമുക്കൊരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ കാര്യം എടുക്കാം. ഒരു ഗ്രൂപ്പ് ഡാൻസിൽ കുറച്ച് പേര് ഡാൻസ് ചെയ്യുന്നു, അതിൽ 1-2 പേര് മോശമായിട്ട് കളിക്കുന്നു. അപ്പോൾ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാണ്? നന്നായിട്ട് കളിച്ചവൻ അംഗീകരിക്കും, മോശമായി കളിച്ചവനോട് ദേഷ്യം വരും. ഇനി ഒരു സംഘഗാനം, 3-4 പേര് നന്നായിട്ട് പാടുന്നു, ഒരുത്തൻ തെറ്റിച്ച് പാടുന്നു. ഈ തെറ്റിച്ച് പാടിയവനോടാണ് ദേഷ്യം വരിക, നന്നായി പാടിയവനോട് ഇവർ അഭിനന്ദിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് സ്പോർട്സ് ആയാലും വേറെ ഏത് മേഖലയാണെങ്കിലും. പക്ഷേ ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ മാത്രം നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്നവനോട് ദേഷ്യവും ഇത് ചെയ്യാത്ത ആൾക്കാരോട് അനുകമ്പയും ഒരു ആരാധനയും ഒക്കെയാണ് ഈ നാട്ടിൽ നടന്നു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് 1-ാം ക്ലാസ് മുതൽ +2 വരെ, അല്ലെങ്കിൽ ഇവന് എത്ര കാലം പഠിക്കുന്നു അത്രയും കാലം ഈ ഒരു പഠിപ്പിസ്റ്റ് വരുന്നത് അനുഭവിച്ചാണ് ഈ പിള്ളേരൊക്കെ പഠിച്ച് മുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടി ഒരു വീക്കെൻഡിനോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമോ ഒരു സിനിമ കണ്ട് റിലാക്സ് ആവുമെന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ കാണിക്കുന്നത് പഠിപ്പിസ്റ്റിൻ്റെ ജീവിതം മോശമാണ്, പരാജയമാണ് എന്ന് കാണിക്കുന്ന കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമാണ്. ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പഠിപ്പിസ്റ്റിൻ്റെ ലൈഫ് എങ്ങനെയാണ്? ഈ ക്ലാസ്സിലെ മറ്റു പിള്ളേർ ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോകുമ്പോൾ വിളിക്കില്ല, ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ വിളിക്കില്ല, ഒരുമിച്ച് ഒരു ട്രിപ്പ് പോകുമ്പോൾ വിളിക്കില്ല. എന്തിനു പറയുന്നു? ഒരു ഇൻ്റർവെൽ സമയത്ത് അവരെ ഗ്യാങ് സംസാരിക്കുമ്പോൾ ഒരു പഠിപ്പിച്ച് വന്നാൽ അവനെ അവോയ്ഡ് ചെയ്ത് ഇവർ മാറിപ്പോയിരുന്ന് സംസാരിക്കും. ഇവനെ വിളിക്കുന്നത് എപ്പോഴാണ്?
എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് ഒന്ന് നീക്കി വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടാണ് ബാക്കിയുള്ളവർ ഈ പഠിപ്പിസ്റ്റിനെ ആകെ വിളിക്കുന്നത്. ഈ സമയത്ത് ഈ പഠിപ്പിസ്റ്റ് അവൻ തലേന്നോ അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പോ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ നേരത്തെ ഇവനെ വിളിച്ചിട്ട് ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കാണിച്ചു കൊടുക്കില്ല. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവനവന് വേണ്ടത് അവനവൻ പഠിച്ചുകൊണ്ട് വരികയല്ലേ വേണ്ടത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ബാക്കി എല്ലാവർക്കും പഠിപ്പിസ്റ്റിനോട് ദേഷ്യം വരും. ഇവൻ എന്താ ഒരു ഉത്തരം കാണിച്ചു തന്നാൽ, അവൻ എന്താ ആൻസർ ഷീറ്റ് തന്നു കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം, അവൻ്റെ ജാട. ഇങ്ങനെയാണ് ഒരു കാര്യവുമില്ലാതെ ഈ പഠിപ്പിസ്റ്റിനോട് ദേഷ്യം വരുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് വെച്ചൊരു അംഗീകാരം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? ഒരു പാട്ട് പാടാൻ അറിയുന്ന ആൾ, ഡാൻസ് ചെയ്യാൻ അറിയുന്ന ആൾ, ഇവർക്കൊക്കെ പെർഫോം ചെയ്ത് അംഗീകാരം നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. ഇനി പീപ്പിൾ സ്കില്ലുള്ള ആൾക്കാരുണ്ട്. അതായത് ആൾക്കാരുമായിട്ട് നന്നായിട്ട് ഇടപെടാൻ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പറയുന്നത് ആൾക്കാർ കേൾക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പിലേക്ക് ചെന്നാലും നിങ്ങൾക്ക് അവിടെ ഒരു സ്വീകാര്യത കിട്ടും. നിങ്ങൾ പറയുന്നവർ കേൾക്കും. നിങ്ങൾക്ക് കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾക്കൊരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കഴിവ് വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു അംഗീകാരം കിട്ടാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പഠിപ്പിച്ചെന്ന് പറയുന്നവന് ഇത്തരത്തിലുള്ള വേറെ കഴിവുകളില്ല. അവനാകെ ഉള്ള കഴിവ് അവന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാനുള്ള കഴിവുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവൻ അത് ചെയ്യുന്നു. അവൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന് പഠിച്ച് എഴുതി ഒരു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുന്നു. കാരണം അവിടെയെങ്കിലും അവനൊന്ന് ജയിക്കണ്ടേ, അവിടെയെങ്കിലും അവനൊരു അംഗീകാരം കിട്ടണ്ടേ. അതെല്ലാം അവൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവനോട് ബാക്കി എല്ലാവർക്കും ദേഷ്യമാണ്. ഇവനോട് ആൾക്കാർ സംസാരിക്കുന്നത് അസൈൻമെൻറ്റ് എഴുതാൻ തരുമോ, ഹോംവർക്ക് എഴുതാൻ തരുമോ, പിന്നെ ഈ എക്സാമിനിടയിൽ പേപ്പർ നീക്കി വെച്ച് തരുമോ എന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ മാത്രം സംസാരിക്കുന്നവരോട് ഇവൻ എന്തിനാണ് തിരിച്ച് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നത്? അതും പരീക്ഷാ കാളിലൊക്കെ ഇതുപോലെ പേപ്പർ കൊടുത്തിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കാര്യവും പോക്കാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തിന് ഒരു പഠിപ്പിസ്റ്റ് സഹായിക്കണം? പിന്നെ ഒരു കാര്യമുള്ളത്, ഈ പഠിപ്പിസ്റ്റുകൾക്ക് ബേസിക്കലി ഒരു ഗിൽറ്റി കോൺഷ്യസ് ആയിരിക്കും. അവരുടെ മൈൻഡിൽ അവർക്ക് കൊടുക്കുന്ന ടാസ്ക് ചെയ്തില്ലെങ്കിൽ അതൊരു തെറ്റാണ്, അതൊരു കുറ്റബോധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മൈൻഡിൽ. അപ്പോൾ ഒരു ഹോംവർക്ക് കൊടുത്താൽ അവന് ചെയ്യാതെ വരാൻ പറ്റില്ല. അവനൊരു അസൈൻമെൻറ്റ് കൊടുത്താൽ ചെയ്യാതെ വരാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് പഠിക്കാതെ അവന് പോകാൻ പറ്റില്ല. കാരണം പരീക്ഷയ്ക്ക് പഠിക്കണം, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അവനൊരു ഗിൽറ്റി കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാഴയിലൊക്കെ കാണിക്കുന്ന പോലെ ക്ലാസ് ടൈമിൽ കോളേജിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് വരുന്ന കിടന്നുറങ്ങാൻ ഒരു പഠിപ്പിച്ചിന് പറ്റില്ല. സോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കൂളായിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ, അവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത് അവിടേക്ക് പഠിക്കാൻ വിട്ട കുട്ടികൾ പഠിക്കുക എന്നതാണ്. അത് ചെയ്യുന്നതിനാണ് അനാവശ്യമായിട്ട് ഈ പഠിപ്പിച്ചിനോട് ആൾക്കാർക്ക് ദേഷ്യം. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരൻസ് കമ്പയർ ചെയ്യുന്നതും അല്ലെങ്കിൽ ടീച്ചേഴ്സ് കമ്പയർ ചെയ്യുന്നതും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പഠിപ്പിച്ച് വരുന്നത് സിനിമയിലേക്കും കൊണ്ടുവന്നിട്ട് ഇത്രയും കൊല്ലം ഈ ഒരു വിദ്വേഷം അനുഭവിച്ച് ഒരുവിധം ജോലിക്കൊക്കെ പോയിട്ട് ഒരു സിനിമ കണ്ട് റിലാക്സ് ആവാൻ വരുന്നവനെയും ഇത് തന്നെ ഇട്ട് കാണിക്കുന്നത് അതൊരു ക്രൂരതയാണെന്നേ ഞാൻ പറയുള്ളൂ. സോ ഇനിയെങ്കിലും മലയാള സിനിമയിലെ ഈ പഠിപ്പിസ്റ്റ് വരുന്നത ഒന്ന് മാറ്റി പിടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. അത്തരം കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.